ആരെങ്കിലും അംഗീകരിച്ചോ? രണ്ടോ മൂന്നോ പേര് ഒഴിച്ച് മുഴുവൻ ആളുകളും ഈ സ്ഥാനാർത്ഥി അറിഞ്ഞില്ലേ, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടോ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയില്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അവസാനം മണ്ഡലം കമ്മിറ്റിയിലേക്ക് വന്നു. മണ്ഡലം കമ്മിറ്റി 2 പേര് ഒഴിച്ച് ആരെങ്കിലും ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചുവോ? നിങ്ങൾ മണ്ഡലം കമ്മിറ്റി മെമ്പർമാരായ സഖാക്കളോട് ചോദിച്ചറിയില്ല. അവിടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നുണ്ട്. പിന്നീട് ലോക്കൽ കമ്മിറ്റികളിലേക്ക് പോയി. ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗീകരിച്ചോ? ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗീകരിക്കാത്ത, മണ്ഡല കമ്മിറ്റി അംഗീകരിക്കാത്ത, ജില്ലാ കമ്മിറ്റി അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയെ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക സംസ്ഥാന സെക്രട്ടറി. ഇത് പാർട്ടിയുടെ നയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പിന്തുടർച്ചാവകാശം ഇന്ത്യയിലില്ല. വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഏൽപ്പിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പിന്തുടർച്ചാവകാശമില്ല. കേരളത്തിൽ തീരെയില്ല. അവിടെയാണ് താൻ അല്ലെങ്കിൽ 15 വർഷം 3 ഘട്ടങ്ങളിലായി MLA ആയിരുന്ന ആ MLA ഇപ്പൊ എഴുന്നേറ്റ് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറയാതെ താൻ അല്ലെങ്കിൽ തന്റെ ഭാര്യ ഒഴിക്കും. ഇതാണ് ദാർഢ്യം, ഇതാണ് ധിക്കാരം, ഇതാണ് പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യത്തെ ഇല്ലാതെ ഉൾപ്പാർട്ടി ജനാധിപത്യത്തെ തകർക്കൽ, എന്നിട്ട് അടിച്ചേൽപ്പിക്കാനും. എന്നിട്ട് പറയുകയാണ് ഇത് പാർട്ടി സ്ഥാനം അനുസരിച്ചോളണം. പാവം നമ്മുടെ പാർട്ടി സഖാക്കൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ മണ്ഡലത്തിന്റെ അധികാരങ്ങൾ തന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. അത് കൈവിട്ടു പോകരുത്.